മേൽവീട്ടിലെന്നെ സ്നേഹമായി വിളിക്കുന്നു സ്നേഹപ്രകാശം വിട്ടകന്നോനായി ദൂരെ പോകുന്നതെന്ത്? നീന്നുവാ ക്രിസ്തു സ്നേഹമായി വിളിക്കുന്നു ഇന്നുവാ. ക്ഷീണിച്ചോനെ യേശു സ്വസ്ഥമാക്കും വിളിക്കുന്നു പാപഭാരം കൊണ്ടു ചെല്ലുക നീ, ആട്ടുകയില്ല നിന്നെ. നീന്നുവാ ക്രിസ്തു സ്നേഹമായി വിളിക്കുന്നു ഇന്നുവാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നന്ദി പിതാവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അതിമനോഹരമായ നല്ല ദിവസത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഉറങ്ങി ഉണരുവാനും എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും സുബോധത്തോടെ എഴുന്നേൽപ്പാനും ആരോഗ്യത്തിലിരിപ്പാനും കർത്താവിൻ്റെ പാദപിടം ചാർന്നിരിപ്പാനും തന്ന കൃപയ്ക്കായി സ്തോത്രം. ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും എല്ലാം അവിടുത്തെ പക്കലാദാനമായി നൽകേണ്ടതിനായി അടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യമാർന്ന ഭക്ഷണം, വസ്ത്രം, സന്തോഷം, സമാധാനം, സൗഖ്യം, സമൃദ്ധി, ദൈവകൃപയെല്ലാം തന്ന് ആപത്തിൽ നിന്ന്, അപകടത്തിൽ നിന്ന്, രോഗദുഃഖാതി പകർച്ചവ്യാധി മരണത്തിന് ഏൽപ്പിക്കാതെ ഇന്നുവരെ സൂക്ഷിച്ച് പരിപാലിച്ച എൻ്റെ ദൈവത്തിന് കോടാനുകോടി സ്തോത്രം. നന്ദി അപ്പ, നന്ദി. വീണ്ടും അപ്പ, ഇന്ന് പകൽക്കാലം അങ്ങയുടെ ഇഷ്ടം ചെയ്യുന്നത് ആ പകൽക്കാലമാക്കി തീർക്കണമേ. പാപം കൂടാതെ ജീവിപ്പാൻ സഹായിക്കണമേ കർത്താവേ. ഞങ്ങളുടെ പോക്കിലെ വരവിലെ വാഹനത്തിൽ വഴിയിലൊക്കെ കൂടിയിരിക്കണമേ. വരാമായിരിക്കുന്ന എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും ആപത്തിൽ ഞങ്ങളെ വിടുവിക്കുമാറാകണം. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച് എല്ലാ മക്കളെയും സമർപ്പിക്കട്ടെ അപ്പാ. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന ഓരോ ജീവിതങ്ങളെയും ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ഓരോ പ്രാർത്ഥനാ വിഷയത്തെ നമ്പരാൻ്റെ പാദപിടത്തിലോട്ട് ഏൽപ്പിക്കട്ടെ. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ വിടുവിക്കുന്ന ദൈവമാകിയാൽ ഹൃദയ തകർച്ചയോടെ ഏതെല്ലാം പ്രാർത്ഥനാ വിഷയങ്ങളുമായി ഓരോ പ്രിയപ്പെട്ടവരും കടന്നു വരുന്നുവോ അവരാരും ഒരു നാളിൽ ലജ്ജിച്ചു പാനോടൊന്ന് സമ്മതിക്കുന്ന ദൈവമല്ലല്ലോ. തൻ്റെ മക്കളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി അയക്കണമെന്ന് അടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അടിയനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ പ്രിയ മക്കളുടെയും പ്രാർത്ഥനാ വിഷയത്തെ സമർപ്പിക്കുന്നു. എൻ്റെ തമ്പുരാൻ അവർക്ക് ഉത്തരം കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ ഏൽപ്പിക്കട്ടെ. സൗഖ്യത്തോടെ സമാധാനത്തോടെ കാത്തോണേ. ഞങ്ങൾക്ക് ദാനമായി തന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണേ. അവരുടെ വിദ്യാഭ്യാസത്തെ മാനിക്കണമേ. നല്ല ജയത്തോടെ ഹല്ലേലൂയ അവരെ നടത്തണമേ കർത്താവേ. ഉത്തരവാദിത്വത്തോടും ഉത്സാഹത്തോടും പഠിക്കണം. ദൈവഭയത്തിൽ പഠിക്കണം. അതിനായിട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒരുക്കണം. ശത്രു കാണാതെ മറയ്ക്കണമേ. അരുതാത്തതിലൊന്നും അകപ്പെട്ടു പോകാൻ അനുവദിക്കല്ലേ. തമ്പുരാനെ, വിദേശ രാജ്യത്ത് ഹല്ലേലൂയ കടന്നു പോകാനായിട്ട് ആഗ്രഹിച്ച് കൊതിയോടെ കാത്തിരിക്കുന്ന അനേക കുഞ്ഞുങ്ങളുണ്ട്. എന്നാൽ ചില പ്രതിസന്ധികളുടെ നടുവിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങളുണ്ട്. എൻ്റെ അപ്പച്ചൻ അവരെ സഹായിക്കണമേ. അത്ഭുത വഴികളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പഠിത്തം കഴിഞ്ഞ് പരീക്ഷ എഴുതി റിസൾട്ട് കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളാ. മെഡിക്കലും ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞവരാ കർത്താവ്. എന്നാൽ ചില തടസ്സങ്ങൾ തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നേരിട്ടുവെങ്കിൽ അപ്പോൾ വേദനയോടെ ആയിരിക്കുന്ന തൻ്റെ കുഞ്ഞുങ്ങളോട് മനസ്സറിയേണ്ടതിനായി അടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു. യേശുവേ, മഹോന്നതനായ ദൈവത്തിനാ തൻ്റെ മക്കളുടെ മേലെ അത്ഭുതം ചെയ്യണമേ. അവരാഗ്രഹിച്ച സ്ഥാനത്ത് എത്തിച്ചേരുവാൻ സ്വർഗത്തിലെ അപ്പനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണം. ഡിഗ്രിക്ക് പഠിക്കുന്നവർ, മറ്റു വിവിധ കോഴ്സുകളിലായിരിക്കുന്നവർ, BSc നഴ്സിംഗ്, എഞ്ചിനീയറിംഗ്, മെഡിസിന് പഠിക്കുന്നവർ, OIT മൈൽസും ജർമ്മൻ പഠിക്കുന്നവർ, മറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന അങ്ങനെ വിവിധ പഠനത്തിലായിരിക്കുന്ന എല്ലാ മക്കളെയും സ്വർഗം കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, യാത്ര ചെയ്യുന്ന ഓരോ മക്കളെയും അനുഗ്രഹിച്ചവരുടെ യാത്രയിൽ കൂടിയിരുന്നോണേ. ദൈവമേ, പുതുവയസ്സിൽ പ്രവേശിച്ച കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണേ. പുതുവർഷക്കാലം അനുഗ്രഹത്തിൻ്റെയും വിടുതലിൻ്റെയുമായി തീരട്ടെ. കുടുംബജീവിതത്തിൽ പ്രവേശിച്ച കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ്, ഞങ്ങളുടെ വിവാഹപ്രായമായ മക്കളെ സമർപ്പിക്കുന്ന തക്ക തുണയായിരിക്കും അവരുടെ വിവാഹം നടക്കാൻ സഹായിച്ചാട്ട്. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് തലമുറകൾ കൊടുത്ത് അനുഗ്രഹിച്ചാട്ട്. ഗർഭിണികളായിരിക്കുന്ന മക്കളെ മാസന്തികയോളം കൂടി സുഖപ്രസവം നൽകി അനുഗ്രഹിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ്, ഞങ്ങളുടെ പൈതങ്ങളെയെല്ലാം അനുഗ്രഹിക്കണേ. ബാലപീഠയിൽ നിന്നെല്ലാം വിടുവിച്ച് വളർത്തിത്തരണമേ. ഞങ്ങളുടെ യുവതീവാക്കന്മാരെ കാത്തുകൊള്ളണേ. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ സംരക്ഷിക്കണമേ. ഞങ്ങളുടെ അനാഥരെയും വിധവകളെയും പരിപാലിക്കണമേ കർത്താവ്.
പ്രത്യേകിച്ച് ഹാലലിയ കർത്താവ് ജോലിയില്ലാതെ ഭാരപ്പെടുന്ന ഓരോ മക്കളെയും പേരുവരായി സമർപ്പിക്കുന്നു. അപ്പോൾ ഉജ്ജീവനമാർഗത്തിൻ്റെ കർത്താവ് വിഷയമാ കർത്താവേ, തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന വഴിവാതിൽ സ്വർഗത്തിലെ അപ്പച്ചൻ തുറന്നു കൊടുക്കണമേ. എല്ലാ കുറവുകളും കുറ്റങ്ങളും ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവ്. ഉജ്ജീവനമാർഗം ഇല്ലാതെ വിഷമിക്കുന്ന ഓരോ മക്കൾക്കും സ്വർഗം ഒരുക്കുന്നത് ഓർത്ത് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ജോലി ചെയ്യുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണം. ആരോഗ്യത്തിലും സമാധാനത്തിലും ജോലി ചെയ്ത് നന്മകളെ പ്രാപ്താൻ ഇടയാക്കണം. പ്രതിസന്ധികളുടെ നടുവിലൊക്കെ ആയിരിക്കുന്ന കുഞ്ഞുങ്ങളെ കർത്താവ് വിടുവിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് ഈ സമയം ഹാലലിയ നീറുന്ന വേദനകളുടെ നടുവിൽ കൂടി കടന്നു പോകുന്ന വിഷയത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നവർക്ക് നന്ദിയോടെ സ്തോത്രം സ്തോത്രം. അത്ഭുതം ചെയ്യണം, മഹത്വമേറിയ സാക്ഷ്യത്തിനായിട്ട് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഈ സമയം ദൈവമായ കർത്താവ് സ്തോത്രം ഞങ്ങളുടെ രോഗികളെ തിരുമുൻപാകെ ഏൽപ്പിക്കുന്നു. ആമേൻ. സൗഖ്യം കാത്തു കിടക്കുന്ന അനേക രോഗികളുണ്ട് കർത്താവ്. ആശുപത്രി മുറികളിലും ഭവനങ്ങളിലും കിടക്കുകളിലായിരിക്കുന്ന എല്ലാ ജീവിതങ്ങളോടും സ്വർഗത്തിലെ അപ്പച്ചൻ മനസ്സലിയുമാറാകണം. അങ്ങേ തൊട്ടവരും വിടുതൽ പ്രാപിക്കാതെ പോയിട്ടുള്ള എല്ലാ രോഗികളുടെ മേലും തങ്കക്കരം തൊടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു വാക്ക് കൽപ്പിക്കണേ അപ്പോൾ സൗഖ്യം പ്രതീക്ഷിച്ച് കിടക്കുക. എൻ്റെ അപ്പച്ചൻ്റെ സൗഖ്യം ഓരോ മക്കൾക്കും കൊടുക്കണം. പ്രത്യേകിച്ച് വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. എൻ്റെ ദൈവം അവരെ ആശ്വസിപ്പിക്കണം, പ്രത്യാശയുടെ ജീവിപ്പാൻ ഇടയാക്കണം. ഹല്ലേലൂയ. നന്ദി പിതാവേ, നന്ദി. സുവിശേഷ വേലകളെ വേലക്കാരെ ഓർക്കുന്നു, വേല സ്ഥലങ്ങളെ സമർപ്പിക്കുന്നു. സുവിശേഷ വേല നിമിത്തം കഷ്ടം അനുഭവിക്കുന്നവരെ ഓർക്കുന്നു, ജയിൽവാസം അനുഭവിക്കുന്നവരെ ഓർക്കുന്നു. നാഥാ വിടുവിക്കണമേ എന്നടിയനോട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കർത്താവ് വിവിധ ആവശ്യങ്ങളുടെ നടുവിൽ ഏങ്ങി മോങ്ങി കരയുന്ന ജീവിതങ്ങളെ ഏൽപ്പിക്കുന്നു. എൻ്റെ സ്വർഗം അറിയുന്നല്ലോ, തൻ്റെ കുഞ്ഞുങ്ങളുടെ കണ്ണുനീരിന് മറികടക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം സ്തോത്രം കർത്താവ്. അങ്ങനെ എല്ലാ പ്രാർത്ഥനാ വിഷയത്തിന്മേൽ സ്വർഗത്തിലെ അപ്പച്ചൻ മറുപടി അയക്കുവാൻ പോകുന്നതോർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്നൊരു നല്ല അരിമ പിതാവ് ഞങ്ങൾക്കുള്ളതോർത്ത് സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞങ്ങളുടെ ദേശത്തെ അനുഗ്രഹിക്കണേ, ചുറ്റുപാടുകളെ, അയൽ കുടുംബങ്ങളെ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണേ കർത്താവ്. ഞങ്ങളുടെ ഭരണകർത്താക്കളെ അനുഗ്രഹിക്കണേ കർത്താവ്. ഹല്ലേലൂയ. കർത്താവ് എല്ലാ മക്കളെയും അനുഗ്രഹിച്ച് സഹായിച്ച് കൃപയിൽ പൊതിഞ്ഞു കൂടെയിരുന്ന് അങ്ങയുടെ ഇഷ്ടം ചെയ്യുന്ന പകൽക്കാലമാക്കി ഞങ്ങളെല്ലാം തീർക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. സകല നന്മകളാലും അനുഗ്രഹങ്ങളാലും നിറയ്ക്കണം, സർവ്വമഹത്വം അവിടെ നടക്കണം. പ്രാർത്ഥനയെ കേട്ട ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ 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 ആമേൻ. സ്തോത്രം.